നമസ്കാരം, ഹേ അക്കുവിൻ്റെ പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർ സമീൻ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ കയോസി ഇറാനി. കയോസി ഇറാനി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബോളിവുഡ് ആക്ടർ ബൊമാനി ഇറാനിയുടെ മകനാണ് ഈ കയോസി ഇറാനി. പുള്ളി ഒന്ന് രണ്ട് പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ് ഓഫ് ദി ഇയറിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, ഒരു കോമഡി റോളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലോണം ചെയ്തിട്ടുണ്ട്, പുള്ളി നല്ലോണം അഭിനയിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ധർമ്മ പ്രൊഡക്ഷൻസ് ആണ്, നമ്മുടെ കരൺ ജോഹറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അതുപോലെ തന്നെ കരൺ ജോഹറിൻ്റെ മമ്മിയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് മൂവി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റാറിങ് പൃഥ്വിരാജ് സുകുമാരൻ. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ പൃഥ്വിരാജ് സുകുമാരൻ, അതുപോലെ തന്നെ കജോൾ ഉണ്ട്. അതുപോലെ നമ്മുടെ സൈഫ് അലി ഖാൻ്റെ മകൻ ഇബ്രാഹിം അലി ഖാനും ഇതിനകത്ത് പ്രധാന വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് ഈ മൂവി OTT റിലീസ് ചെയ്തത്, ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തത്. ഇന്നലെ എന്ന് പറയുമ്പോൾ 25-ാം തീയതി, ജൂലൈ 25-ാം തീയതിയാണ് ഈ മൂവി ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്നത്. ഈ മൂവി തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹോട്ട്സ്റ്റാറിൽ കയറി ഈ മൂവി കാണാം. എനിക്ക് ഈ പടം ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാധാരണ ഇപ്പോൾ ഒരു പാട്രിയോട്ടിക് മൂവിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഈ പടത്തിനകത്ത് കാണിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷേ അതിലുപരി എന്താ പറയുക, അതിനകത്ത് ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ട്. നല്ലൊരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടാളക്കാരൻ്റെ ഒരു സ്റ്റോറി കാണണമല്ലോ, അതൊക്കെ ഇതിനകത്തുണ്ട്. അത്യാവശ്യം നല്ലോണം അത് പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഡയറക്ടറിന്. പിന്നെ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല ഫൈറ്റ് സീനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഫൈറ്റ് സീനൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളി ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം പുള്ളി ഫൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു കില്ലാടി തന്നെ. അപ്പോൾ പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു സസ്പെൻസ് ഉണ്ട് ഈ മൂവിക്കകത്ത്, നല്ലൊരു ക്ലൈമാക്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഫീൽ ചെയ്തൊരു ഡ്രോബാക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിനകത്ത് 2 ഡ്രോബാക്ക് ഉണ്ട് കേട്ടോ. ഒന്ന്, നമ്മുടെ ഇബ്രാഹിം അലി ഖാൻ്റെ ആക്ടിങ് എനിക്ക് അത്രയും അങ്ങോട്ട് സുഖിച്ചില്ലെന്നില്ല. പുള്ളി ഇപ്പം വരുന്നേ ഉള്ളൂ, പുള്ളി ഇപ്പം ഫീൽഡ് വന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളി ഒന്ന് ശോഭിക്കാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. പക്ഷെ പുള്ളി കാണാൻ രക്ഷയില്ല, നല്ലതാണ്, പുള്ളി കാണാൻ അടിപൊളിയാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് തോന്നിയത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഡയലോഗ് ഡെലിവറി ആട്ടോ. ഇപ്പം നിങ്ങൾ ബഡേ മിയ ചോട്ടേ മിയ എന്ന് പറയുന്ന അക്ഷയ് കുമാറിൻ്റെ മൂവി കണ്ടിട്ടുണ്ടായിരിക്കും, അതിനകത്തും പൃഥ്വിരാജ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പുള്ളി ഹിന്ദി എങ്ങനെ സംസാരിക്കുന്നത്, നമുക്ക് ആ ഒരു ഹിന്ദി സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പഞ്ച് കിട്ടും. ഇപ്പം പുള്ളി ഒരു മലയാളം പടത്തിലൊരു ഡയലോഗ് പറയുമ്പോൾ കിട്ടുന്ന ഒരു പഞ്ച് ഉണ്ടല്ലോ, ആ സാധനം നമുക്ക് ഈ പടത്തിൽ നമുക്ക് ഫീലേ ചെയ്യുന്നില്ല. എനിക്കത് ഫീൽ ചെയ്തില്ല, നിങ്ങൾക്ക് അങ്ങനെ അല്ലായിരിക്കും. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല. എനിക്ക് അത്ര ഒരു പഞ്ച് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അല്ലാത്ത പക്ഷം പുള്ളിയുടെ ആക്ടിങ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പുള്ളിയുടെ ഫൈറ്റും ഒന്നൊന്നര ഫൈറ്റായിട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ, പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു സസ്പെൻസ് ഉണ്ട് മൂവിയിൽ, നല്ലൊരു അടിപൊളി ക്ലൈമാക്സ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഈ മൂവിയിലെ സോങ്സ് ആട്ടോ, ഒരു രക്ഷയില്ലാത്ത സോങ്സ് ആണ് ഇതിനകത്തുള്ളത്. പ്രത്യേകിച്ച് ഈ വിശാൽ ഖുറാനെ, അതുപോലെ തന്നെ വിശാൽ മിശ്രയാണ് മൂവി മ്യൂസിക് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. നല്ലോണം ചെയ്തിട്ടുണ്ട്. വിശാൽ മിശ്രയാണ് നല്ലൊരു സിംഗറും കൂടെ. ബീപ്രാക്കിൻ്റെ നല്ലൊരു പാട്ട് നല്ലൊരു അടിപൊളി സ്ഥലത്ത് അതുകൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ആ ഒരു സീനും അതുപോലെ തന്നെ ആ പാട്ടും ആ വരികളും അതുപോലെ തന്നെ ഈ ബീപ്രാക്കിൻ്റെ സൗണ്ട് ഉള്ളത് നമ്മുടെ കേസരിയിൽ പുള്ളി പാടിയിട്ടുണ്ട്. ബീപ്രാക്ക് പുള്ളിയുടെ സൗണ്ടും എല്ലാം കൂടെ നല്ല രീതിക്ക് ഇങ്ങനെ ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട് ആ സീൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അത് നല്ലോണം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല സിംഗേഴ്സൊക്കെ, പിന്നെ ഒരുപാട് സിംഗേഴ്സ് പാട്ട് പാടുന്നുണ്ട്. ശ്രേയ ഘോഷലുണ്ട്, ജാവേദ് അലി ഉണ്ട്, അതുപോലെ തന്നെ മോഹിത് ചൗഹാൻ പാടുന്നുണ്ട്, സോനു നിഗം പാടുന്നുണ്ട്. എനിക്ക് പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെ. ഒരു മൂവിയിലെ ഒരു ലൈഫാണ് ആ മൂവിയിലെ പാട്ടുകൾ, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ് കേട്ടോ. ഞാൻ പടം കണ്ടു, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എനിക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം നിങ്ങൾ മൂവി കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുമ്പോൾ എനിക്കത് ഭയങ്കര പ്രചോദനമായിരിക്കും അടുത്ത വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പടം കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതെൻ്റെ ആദ്യത്തെ റിവ്യൂ വീഡിയോ ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ പടത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് കാണാൻ പറ്റും. അത്യാവശ്യം 1-2 ഇടത്ത് ലാഗ് ഉണ്ട്, പക്ഷെ അത് കൂടാതെ ഈ പടം നല്ലൊരു പടമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 1-2 ഇടത്തൊക്കെ നല്ല അടിപൊളി സീൻസ് ഒക്കെ ഉണ്ട്. ഞാനത് പറയുന്നില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്കിനി അടുത്ത മൂവി റിവ്യൂവിൽ കാണാം. ഞാൻ ഇനി അതുപോലെ തന്നെ തുടർച്ചയായിട്ട് നല്ല മൂവീസ് അല്ല, തുടർച്ചയായിട്ട് മൂവീസ് കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങളെന്നാൽ പോയി സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ശരി, ബൈ.